വഴിയരികിൽ മരം നട്ടുകൊണ്ടിരുന്ന വയോധികനായ അബൂദർദ റളിയല്ലാഹു അൻഹുവിനോട് ഒരു വ്യക്തി വന്ന് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ പ്രായത്തിലും മരം നടുന്നത്? അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, മറ്റുള്ളവർ ഇതിൽ നിന്ന് ഭക്ഷിക്കുകയും അതിൽ നിന്ന് എനിക്ക് പ്രതിഫലം നൽകുകയും ചെയ്യുന്നതിനെ എന്തിനാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന്. ഇസ്ലാമിൻ്റെ പാരിസ്ഥിതിക പാഠത്തിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് അബൂദർദ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം. അത്രമേൽ വിശാലമായി ഇസ്ലാമിക പാരിസ്ഥിതിക പാഠങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭൂമിയിൽ മനുഷ്യനെ അള്ളാഹുവിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അഥവാ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ സംരക്ഷിക്കൽ ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് എന്ന് പറയാം. പരിസ്ഥിതി നശിപ്പിക്കുന്നതിനെ ഇസ്ലാം കൃത്യമായി വിലക്കിയിട്ടുണ്ട്. പരിസ്ഥിതിയിൽ കൈകടത്തലുകൾ നടത്തുന്നവരെ വിനാശകാരികൾ എന്നാണ് ഖുർആൻ ഉപമിച്ചത്. മാത്രമല്ല, മരം നട്ടുപിടിപ്പിക്കുന്നതിന് ഇസ്ലാം പ്രോത്സാഹനം നൽകി. അന്ത്യനാളിൽ പോലും നിങ്ങളുടെ കയ്യിൽ ഒരു തൈ ഉണ്ടെങ്കിൽ അത് നടണമെന്നാണ് ഇസ്ലാമിക വചനം. എന്തിന് അന്ത്യനാളിൽ നാം ഒരു തൈ നടുന്നു എന്ന് ആലോചിക്കുന്നിടത്താണ് ഇസ്ലാമിൻ്റെ പാരിസ്ഥിതിക പാഠങ്ങൾ പ്രാധാന്യമർഹിക്കുന്നത്. മാത്രമല്ല, നാം നട്ട ചെടിയിൽ നിന്നും മറ്റു ജീവികൾ ഭക്ഷിക്കുന്നതനുസരിച്ച് നമുക്ക് പ്രതിഫലമുണ്ടെന്നും പ്രവാചകർ നമ്മെ ഓർമ്മപ്പെടുത്തി. ജലസംരക്ഷണത്തിൻ്റെ ഉത്തമ പാഠവും ഇസ്ലാം പകർന്നു നൽകുന്നുണ്ട്. കെട്ടിക്കിടക്കുന്ന ജലത്തിൽ മലമൂത്ര വിസർജനം നടത്തുന്നതിനെ പ്രവാചകർ വിലക്കിയിരുന്നതായി കാണാം. മാത്രമല്ല, ഒഴുകുന്ന നദിയിൽ നിന്നാണെങ്കിലും അമിതവ്യയം കാണിക്കരുത് എന്നാണ് ഇസ്ലാമിക പാഠം. ഇത്രമേൽ മനോഹരമായി മറ്റൊരു ജലസംരക്ഷണ പാഠം ചൂണ്ടിക്കാണിക്കുക വയ്യ. തരിശുഭൂമിയെ കൃഷിയോഗ്യമാക്കുന്നതിനും പ്രവാചകൻ പ്രതിഫലം പ്രഖ്യാപിച്ചു. അവ ജൈവികമായി നിലനിർത്താനുള്ള കൽപ്പനയായിരുന്നു അത്. ശബ്ദമലിനീകരണത്തിനെയും പ്രവാചകൻ നിയന്ത്രിച്ചിരുന്നതായി കാണാം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആരാധനകളിൽ പോലും ശബ്ദമുയർത്തരുത് എന്നാണ് ഇസ്ലാമിക പാഠം. താൻ നിസ്കരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി ഉറങ്ങുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ ബാധിക്കുന്ന തരത്തിൽ പോലും ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല. പരിസര ശുചീകരണത്തിനും ഇസ്ലാം വ്യക്തമായ മാതൃക മുന്നോട്ട് വെക്കുന്നുണ്ട്. വൃത്തിയെ ഈമാനിൻ്റെ പാതിയായി പരിചയപ്പെടുത്തുന്നതോടൊപ്പം വഴിയിൽ നിന്നുള്ള തടസ്സങ്ങൾ നീക്കുന്നതിനെ ഈമാനിൻ്റെ 70-ൽ പരം ശാഖകളിലുള്ള ഒന്നായാണ് പ്രവാചകൻ എണ്ണിയിട്ടുള്ളത്. ഇത്തരത്തിൽ വ്യത്യസ്തമായ രൂപത്തിൽ പാരിസ്ഥിതിക സംരക്ഷണത്തിൻ്റെ പാഠങ്ങൾ പ്രവാചകൻ പകർന്നു നൽകുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാണ് പരിസ്ഥിതി സംരക്ഷണം. നമ്മുടെ ഉത്തരവാദിത്വമായി ഏറ്റെടുത്ത് അവ നിറവേറ്റണം നാം.